It's me Manu Petamal from Manus Car World. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ജീപ്പ് കോമ്പസ് ആണ്. ഇതിന് സാധാരണ നമ്മൾ കുറേ വാഹനങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അന്നൊക്കെ നമുക്ക് വരാറുള്ള കോളുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ നമുക്ക് വരാറുള്ളത് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണോ, ഓട്ടോമാറ്റിക് എന്താ നിങ്ങളതിൽ ലഭിക്കാത്തതെന്ന് എല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഓട്ടോമാറ്റിക് വാഹനം വന്നിട്ടുണ്ട്. നമുക്കറിയാം ജീപ്പ് കോമ്പസിൽ ഡീസലിൽ ഓട്ടോമാറ്റിക് വന്നിട്ടില്ല, പകരം പെട്രോളിൽ മാത്രമേ ഓട്ടോമാറ്റിക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് യുഗം തന്നെയാണ്. ഈ വാഹനം ഒരു പ്രീമിയം സെഗ്മെന്റ് ആയത് കാരണം തന്നെ ഇത് ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് കൂടുതൽ എൻക്വയറീസ് ആണ്. ഇറ്റ്സ് മീ മാനു പെറ്റമൽ ഫ്രം മാനസ് കാർ വേൾഡ്. നമ്മൾ ജീപ്പ് കോമ്പസിൻ്റെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, നമ്മളതിൽ ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ വാഹനം കാണാതെ ഒരാൾ വന്ന് വാഹനം വാങ്ങിപ്പോയ ഒരു ഡെലിവറി വീഡിയോ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നെല്ലാം ഈ വീഡിയോകളെല്ലാം നമ്മൾ ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളതിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണോ, ഓട്ടോമാറ്റിക് എന്താ ലഭിക്കാത്തതെന്നുള്ളത്. അപ്പോൾ അവർക്ക് കൂടെയുള്ള എല്ലാവർക്കുള്ള ഒരു സന്തോഷ വാർത്തയായിട്ട് ഓട്ടോമാറ്റിക് ഒരു വാഹനം നമ്മളതിൽ വന്നിട്ടുണ്ട്. ഈ ജീപ്പ് കോമ്പസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് കാറാണ്. ഒരു മിനി XUV, കോമ്പാക്ട് XUV ഇനത്തിൽപ്പെട്ട എങ്കിൽ കാർ പോലെ അനായാസം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ജീപ്പ് കോമ്പസ് വെറും 55,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതും ഓട്ടോമാറ്റിക് ആണ്, ആക്സിഡൻറ്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ കാണാൻ പറ്റും ഇതിൻ്റെ കളർ നല്ല ഡാർക്ക് എഡിഷൻ, അതായത് ബ്ലാക്കിൽ വരുന്ന വാഹനമാണ്. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും ഇന്ന് നമ്മളുടെ വാഹന വിപണിയിൽ ഏറ്റവും പ്രീമിയം കളറായിട്ട് എല്ലാ ആളുകളും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക്. അതേ ഫുൾ ബ്ലാക്കിൽ തന്നെ നമ്മളതിൽ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോ മൈലേജ്, നല്ല സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നല്ല കാറുകൾ വാങ്ങുന്നു, വിൽക്കുന്നു എന്നാണ് മാനസ് കാർ വേൾഡിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. എങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കിലോമീറ്റർ കൂടിയ വാഹനങ്ങളും ഓണർഷിപ്പ് കൂടിയ വാഹനങ്ങളും നമ്മളതിൽ അവൈലബിൾ ആണെങ്കിൽ കൂടി കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് ഇതേപോലത്തെ വാഹനങ്ങളാണ്. ജസ്റ്റ് ഈ വാഹനം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് 2018 മോഡലാണ്, ഓട്ടോമാറ്റിക് ആണ്, പെട്രോളാണ്, വെറും 55,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള, നല്ല ആക്സിഡൻറ്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളൊന്നും, 4 പുതിയ ടയറുകളോ. ലിമിറ്റഡ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലോഞ്ചിറ്റ്യൂഡ് ലിമിറ്റഡ് ഇതേ വേരിയൻറ്റിലാണ് ഈ വാഹനം ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ലിമിറ്റഡ് ആണ് ഇത് വരുന്നത്. സൺറൂഫ് ഇതിൽ അവൈലബിൾ അല്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഉഗ്രൻ ലെതർ ഫിനിഷിങ്ങിലെ ലെതർ സീറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ വാഹനം ഇന്നലെ വന്നിട്ടുള്ള പോളിഷിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ഓൾറെഡി ഈ വാഹനം സെറാമിക് കോട്ടിങ് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഈ വാഹനത്തിലുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ഈ വാഹനം എങ്ങനെയാണോ ഇപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ ഇരുന്നത് അതേപോലത്തെ ഒരു വിഷ്വലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനം വന്ന ഉടനെ തന്നെ ഞാനൊരു വീഡിയോയുമായി വരാൻ തന്നെയുള്ള കാരണം കൂടുതൽ ആളുകൾ നമ്മളോട് എൻക്വയറി ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഇതേപോലത്തെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉണ്ടോ, അതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ചെയ്യുമോ, അതൊന്ന് അയക്കുമോ എന്നുള്ള അവർക്കെല്ലാവർക്കും കൂടിയുള്ള ഒരു സന്തോഷമായിട്ടാണ് നമ്മൾ ഈ വാഹനം വളരെ പെട്ടെന്ന് വന്ന ഉടൻ തന്നെ ഞാൻ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡ് വളരെ നല്ല ഫിനിഷിങ്ങിലായിട്ടുള്ളതാണ്. എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറയിൽ ഇത് കാണാൻ പറ്റും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ ഇത് മിറർ ഫിനിഷിങ് ആയതുകൊണ്ട് ഇതിൻ്റെ ഗ്ലെയർ തീർച്ചയായിട്ടും വണ്ടിയുടെ ബോഡിയിൽ അടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എത്ര കാണാൻ പറ്റുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചൊരു വാഹനമാണ്. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ലിമിറ്റഡ് ഓപ്ഷനിൽ വരുന്നതാണ്. നല്ല നീറ്റായിട്ടുള്ള വാഹനമാണ്, അതായത് ഫുൾ ബ്ലാക്കിൽ. അതിൽ ഡാർക്ക് എഡിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില വാഹനങ്ങളുടെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് ഡാർക്ക് എഡിഷൻ. അതേപോലെ ഒരു ഡാർക്ക് എഡിഷനിലാണ് ഈ വാഹനം, അതായത് ഫുൾ ബ്ലാക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പോന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, കണ്ടോ, നല്ല നീറ്റാണ്. അതായത് പെയിൻറ്റിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സ്ക്രാച്ചസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇനി ജസ്റ്റ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഇപ്പോൾ പരിചയപ്പെട്ടു, ഇനി ഇൻറ്റീരിയർ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇത് ഒരു വൈറ്റ് പോലത്തെ ഒരു ലെതറാണ് ഇതിൻ്റെ വരുന്നത്, ലെതർ ഫിനിഷിങ്. ഏറ്റവും വാഹനത്തിൻ്റെ അകത്തൊരു ഭംഗി വരുന്ന, അതേപോലെ ഡാഷ് ഡുവൽ ടോൺ ആയിരുന്നു കാരണം, അതായത് 2 കളർ വരുന്നതാണ്. സാധാരണ ഇതേപോലത്തെ ഒരു വൈറ്റ് സീറ്റ് പൊതുവെ വാഹനങ്ങൾ നമ്മൾ കാണാറില്ല. ഒരു ബീജ് കളറാണ് കൂടുതൽ പ്രീമിയം വാഹനങ്ങളിൽ കാണാറുള്ളത്. പക്ഷേ ജീപ്പ് ഈ US വാഹനത്തിന് ഒരു പ്രത്യേകത എന്നോണം ഇതിൽ വൈറ്റ് സീറ്റാണ് ഇതിൽ വന്നിട്ടുണ്ട്. അത് തന്നെ ഇതിന് ഒറിജിനൽ ലെതറാണ്. ഈ ലെതറിൽ ഈ ഹോളുകൾ വരുന്നത് കാരണം നമുക്ക് നല്ല പുറം വേർക്കുക, ചൂടാവുക, അതില്ല നല്ല എയർ സർക്കുലേഷൻ നമുക്ക് ലഭിക്കാനുള്ള ഈ ഹോളുകൾ ഇതിന് നമ്മളെ വളരെയധികം സഹായിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഇത് വരുന്നത്. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ജീപ്പിൻ്റെ ഒറിജിനൽ സെറ്റാണ് വരുന്നത്. ഇതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം. ഇതിൻ്റെ വോളിയം ഒന്ന് കുറക്കട്ടെ.
നല്ല സ്പീക്കേഴ്സാണ്, അതായത് ബോസിൻ്റെ സ്പീക്കറാണ്, ഒറിജിനൽ സ്പീക്കറാണ് അത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മ്യൂസിക് സിസ്റ്റം വളരെ ഒരു രക്ഷയില്ലാന്ന് തന്നെ പറയാം. വളരെ അട്രാക്റ്റീവാണ്, നല്ല സൗണ്ട് ക്ലാരിറ്റിയും വളരെയധികം ഇതാണ്. അത് ഞാൻ സാധാരണ ഒരു വാഹനങ്ങൾ കണ്ടിട്ടുള്ളതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ അത് ഒരു പക്ഷേ എൻ്റെ ഒരു നിഗമനമാവാം, പക്ഷെ വളരെയധികം എനിക്കൊരു പ്രത്യേക ഫീൽ ഇതിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗിൽ തന്നെ ഫുൾ വോളിയം കൺട്രോളിൽ മുതൽ സ്റ്റിയറിംഗിൽ നമുക്ക് എന്തെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും അതെല്ലാം എല്ലാ വാഹനത്തിലും വരുന്ന പോലെ ഇതിലും വരുന്നുണ്ട്. ഇത് ഓരോന്നും ചെറിയ ചെറിയ ഫീച്ചേഴ്സ് നമ്മൾ കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിന്റെ പ്രൈസും മറ്റു കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇതിന്റെ പ്രൈസ് എത്രയെന്ന് വെച്ചാൽ നമുക്ക് 11,90,000 രൂപയ്ക്ക് ഇത് ഓഫർ പ്രൈസിനായിട്ട് ഇത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 11,90,000 രൂപയും, അതായത് 1 രൂപ പോലും മുടക്കാതെ തന്നെ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാനും പറ്റും. പക്ഷേ നിങ്ങളുടെ സിബിൽ എലിജിബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഫുൾ ലോണും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഓഫീസ് നമ്പറായ 9188551234 ഈ നമ്പറിൽ ബന്ധപ്പെടുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ കൂടെ കൂടുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ വീണ്ടും ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോയും വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും വരാം. വീണ്ടും സന്ധിക്കും വരയ്ക്കും. വണക്കം.